ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അരിപ്പപ്പടം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു കപ്പ് പച്ചരി ഒരു 3-4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതാണ് ഇത്. ഇതിനി നല്ല വൃത്തിയായിട്ട് ഉപ്പ് ചേർത്ത് അരയ്ക്കണം. വെണ്ണ പോലെ അരയ്ക്കണം. ദോശമാവിൻ്റെ പാകത്തിന് അരയ്ക്കാം. അരച്ചുകൊണ്ട് വരാം. അരച്ച് കഴിഞ്ഞു. നല്ല വെണ്ണ പോലായി. വെള്ളത്തിൻ്റെ അളവ് നമുക്ക് നോക്കാം. ഇത്തിരി കൂടെ ഒഴിച്ചാലും നല്ല, കുറച്ചുകൂടെ ഒഴിച്ചേക്കാം. സ്വല്പം വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് അരയ്ക്കാം. കുറച്ച് മതി, ഒരുപാട് വേണ്ട. ഇനി നമുക്ക് അടുപ്പിൽ ഒരു കലത്തി വെള്ളം വെക്കാം. ഈ തുണി കെട്ടി വെക്കണം നല്ല മുറുക്കൻ. അധികമുള്ള തുണി ഞാനങ്ങ് മുറിച്ച് കളഞ്ഞു, അല്ലെങ്കിൽ തീ കത്തിയെങ്കിൽ. ഇനി നമുക്ക് ഈ മാവിനകത്തോട്ട് ഇത്തിരി എള്ളിടാം. ഉപ്പിട്ടാണല്ലോ അരച്ച്. നമ്മൾ ഈ മാവിനകത്തോട്ട് കുറച്ച് എള്ളിടും. ഇനി ജീരകം വേണ്ടിയവർക്ക് ജീരകം ഇടാം. ഉപ്പിട്ടല്ലേ അരച്ച് കൊണ്ട് ഉപ്പ്. മുളക് പൊടി വേണേ ഇടാം. ഞാൻ പക്ഷെ മുളക് പൊടിയും കായപ്പൊടിയും ഇടുന്നില്ല. രണ്ടും വേണമെങ്കിൽ ഇടാം. ഞാനിപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്നുള്ളൂ. വെള്ളം നല്ല വെട്ടി തിളയ്ക്കുമ്പോൾ നമ്മളിതിൻ്റെ മേളിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ആവി വന്ന് തുടങ്ങി. കലം കുറച്ച് വലിയതായി പോയതാണ്. എൻ്റെ കയ്യിൽ ഇത് ചെറിയ കലമില്ല. ഇനി നമ്മൾ കുറച്ച് മാവെടുത്ത് അതിലേക്കൊഴിച്ച് പപ്പടം പാകത്തിൽ നിരത്തണം. എന്നിട്ട് അടച്ചു വെക്കണം. അപ്പോൾ ഇത് വെന്തപ്പം നമുക്കിങ്ങനെ എടുക്കാം. ഇങ്ങനെ ഇളകി വരും.
ഒരു തട്ട എടുക്കട്ടെ, ഞാൻ അതിനകത്തോട്ട് ഇടാം. ഇനി അടുത്തത് ഒഴിക്കാം. നമുക്കിനി വെയിലത്ത് കൊണ്ടുവച്ച് ഉണങ്ങണം. പിടിപിടി ആവും. അതല്ല എങ്കിൽ നമുക്ക് തട്ടത്തി വെച്ചിട്ട് ഇഡ്ഡലി തട്ടിലോട്ട് കുറേ തട്ടങ്ങളിൽ ഒന്നിച്ച് വെച്ചിട്ട് ഇഡ്ഡലി തട്ടിലോട്ട് വെച്ചാലും മതി. കുറച്ചൊക്കെ വേണ്ടിയപ്പോൾ ഇതാ നമുക്ക് സൗകര്യം, ഒരു പാത്രം എടുത്താൽ മതിയല്ലോ. ആവി കയ്യേ വരും, അപ്പോൾ അത് വരാതെ നമ്മൾ പതുക്കെ എടുക്കണം. വലിയ ചരുവത്തിൻ്റെ മേളിലന്ന് നമുക്ക് 2-3 പപ്പടം ഒന്നിച്ചൊഴിക്കാം. വലിയ വട്ടമുള്ള ചരുവത്തിൻ്റെ മേളിലാണെങ്കിൽ. ഞാൻ വളരെ കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. വലിഞ്ഞ് നിൽക്കണം. പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കെല്ലാം ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഉണങ്ങിയെടുത്തിട്ട് ഞാൻ വറുത്ത് കാണിക്കാം. രണ്ട് കലം വെക്കുന്നതുകൊണ്ട് എളുപ്പമാകും. ഇങ്ങനെ തീരാറായി, ഇനി ഒരു തവിയും കൂടെ ഉള്ളൂ. ഇങ്ങനെ നമുക്കെല്ലാം ഉണ്ടാക്കിയെടുക്കണം. ഇനി ഒന്ന് ഉണങ്ങിയിട്ട് വറുത്ത് കാണിക്കാം. ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ പപ്പടം ഉണങ്ങി. അപ്പോൾ ഇനി നമുക്കതൊന്ന് കാച്ചി നോക്കാം. നല്ല വൃത്തിയായിട്ട് ഉണങ്ങി. ഇനി നമുക്ക് 2 എണ്ണം എടുത്ത് കാച്ചി നോക്കാം. ഞാൻ എണ്ണ അടുപ്പേ വെച്ചു. എണ്ണ മൂത്തു കുറച്ച് മൂത്ത് നമുക്ക് അങ്ങോട്ട് ഇട്ട് നോക്കാം. നോക്കട്ടെ, നുള്ളി ഇട്ട് നോക്കട്ടെ, കുറച്ച് പൊടിച്ചിട്ട് നോക്കട്ടെ. മൂത്ത് വരുന്നു, ഇട്ടേക്കാം. നല്ല പൊള്ളി വരും.
രാവിലെ ഇട്ടാൽ ഈ സീസണിൽ രാവിലെ ഇട്ടാൽ നമുക്ക് വൈകിട്ടും കോരിയെടുക്കാം അല്ലേ. നല്ല പപ്പടം. രണ്ട് മൂന്നെണ്ണം നമുക്ക് കാച്ചിയെടുക്കാം. ഉരുണ്ട് പോവാതിരിക്കണം. എളുപ്പം തിരിച്ച് ഇങ്ങനെ ഇട്ടില്ലെങ്കിൽ അത് കുടൂന്നായിരിക്കും. കുറച്ചുകൂടെ എണ്ണ വെക്കേണ്ടതായിരുന്നു, വലിയതാവും. ഒറ്റ ദിവസം കൊണ്ടുള്ള ഇൻസ്റ്റൻ്റ് അരിപ്പപ്പടം റെഡിയായി. എല്ലാവരും ഈ സീസൺ ഇത് ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റിയുമാണ്, നല്ലതുമാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്സായിട്ട് കൊടുക്കാം.